ബുദ്ധിസവും സനാതനധർമ്മവും തന്നെയെന്ന RSS ദക്ഷിണ കേരള പ്രാന്ത ബൗദ്ധിക് ശിക്ഷൻ പ്രഭു പി ഉണ്ണികൃഷ്ണൻ. കുംഭമേളയിൽ ഒത്തുകൂടിയ ബുദ്ധസന്യാസികൾ തങ്ങൾ സനാതനധർമ്മികളെന്ന് പ്രഖ്യാപിച്ചു. SST സന്യാസികളും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ നേതാക്കളുമെല്ലാം സമാന സന്ദേശം നൽകി. RSS തിരുവനന്തപുരം ഗ്രാമജില്ലയുടെ ഗുണാത്മക കാര്യക്രമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സനാതനധർമ്മത്തിൽ നിന്നും ഉടലെടുത്ത അവാന്തര വിഭാഗമായ ബുദ്ധിസം എന്നും സനാതനധർമ്മത്തിന്റെ ഭാഗമാണ്. ഇത് ദലൈലാമകൾ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. സനാതനധർമ്മത്തിന്റെ ഒരു അവാന്തര വിഭാഗമായാണ് ബുദ്ധമതം എന്നുള്ള മതം ഉണ്ടായത്. അത് സനാതനധർമ്മം തന്നെയാണ്. ദലൈലാമമാരൊക്കെ ആദ്യം തന്നെ പറയുമായിരുന്നു, ഈ സനാതനധർമ്മത്തിന്റെ രണ്ട് ശാഖകളാണ് ഹിന്ദു സന്യാസി പരമ്പരയും ബുദ്ധ സന്യാസി പരമ്പരയും എന്ന്. കുംഭമേളയിൽ യോഗിയുടെ നേതൃത്വത്തിലുണ്ടായത് ഇത് തിരിച്ചുപിടിക്കാനുള്ള ശ്രമം. ഇതിനെ തിരിച്ചുപിടിക്കാനുള്ള ഒരു പരിശ്രമമാണ് യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന സന്യാസി ശ്രേഷ്ഠൻ ചെയ്തത്. അദ്ദേഹം ആ ഒരു സമ്മേളനത്തിൽ എല്ലാവരെയും വിളിച്ചുകൂട്ടി ബുദ്ധസന്യാസിമാരും സനാതനധർമ്മ ഹൈന്ദവ സന്യാസിമാരും ചേർന്നിരുന്നു കൊണ്ട് അവിടെ ഒരു തീരുമാനമെടുത്തു. എന്താണ് ആ തീരുമാനം? സനാതനധർമ്മത്തിന്റെ രണ്ട് ശാഖകൾ തന്നെയാണ് ഹിന്ദു സന്യാസവും അതേപോലെ ബുദ്ധ സന്യാസവും. ഇതെല്ലാവരും അംഗീകരിച്ചു. ലോക ജനസംഖ്യയിൽ 6% വരുന്ന ബുദ്ധിസ്റ്റുകൾ കൂടി ചേരുമ്പോൾ സനാതനധർമ്മത്തിന് ആഗോളതലത്തിലുണ്ടാകുന്നത് വലിയ വളർച്ചയും സ്വാധീനവും. അതിന്റെ ഒരു ഇഫക്റ്റ് നമുക്ക് കാണണമെങ്കിൽ ഒരു 10-25 കൊല്ലം കഴിയണം. കാരണം ലോകത്ത് 6%-ലധികം ബുദ്ധമത വിശ്വാസികളുണ്ട്. 15 ബുദ്ധരാജ്യങ്ങളുണ്ട്. ഇത് രണ്ടും കൂടി ചേർന്നത് സനാതനധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സമൂഹമായി മാറുക എന്ന് പറഞ്ഞാൽ ലോക ജനസംഖ്യയുടെ 20% സനാതനധർമ്മികളാകുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. SC/ST വിഭാഗങ്ങളിൽ നിന്നുള്ള സന്യാസിമാരും കുംഭമേളയിൽ തങ്ങൾ സനാതനധർമ്മികളെന്ന് പ്രഖ്യാപിച്ചു. ഈ ഒരു SC/ST വിഭാഗത്തിലുള്ള സന്യാസിമാരെ മുഴുവൻ തന്നെ അവിടെ വിളിച്ചുകൂട്ടി അവർക്ക് പ്രത്യേകമായ സ്നാനത്തിനുള്ള വ്യവസ്ഥ ചെയ്തു. അവരെ സ്വീകരിക്കാനുള്ള സംവിധാനം ചെയ്തു. അവരുടെ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടു, ഞങ്ങളും സനാതനധർമ്മത്തിന്റെ ആ ഒരു പാരമ്പര്യത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനം സനാതന ധർമ്മത്തിന് വേണ്ടിയായിരിക്കും, ഈ ഭാരതത്തിന് വേണ്ടിയായിരിക്കും. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിവിധ വിഭാഗങ്ങളിലെ നേതാക്കളെയും നാടോടി വിഭാഗങ്ങളിലെ നേതാക്കളെയും പ്രയാഗ്രാജിൽ എത്തിച്ചതും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നോർത്ത് ഈസ്റ്റിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട സാമുദായിക നേതാക്കന്മാരെയും പ്രയാഗ്രാജിലേക്ക് വിളിച്ചു വരുത്തുകയും ഈ ഒരു പാരമ്പര്യവും പൈതൃകവും അവരുടെ കലയും സംസ്കാരവും എല്ലാം അവർക്ക് കൃത്യമായി മനസ്സിലാകുന്ന രീതിയിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്യുക. അതോടുകൂടി അവരും തീരുമാനിക്കുന്നു, ഞങ്ങൾ ഈ സനാതന ധർമ്മത്തിന്റെ ഭാഗമാണ്, ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘം തിരുവനന്തപുരം ഗ്രാമജില്ലയുടെ ഗുണാത്മക കാര്യക്രമ പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെയ്യാറ്റിൻകര വ്ളാങ്ങാമുറിയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ മാസ്റ്റേഴ്സ് അത്ലറ്റിക്സ് താരം K. വിജയൻ അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരം വിഭാഗ് കാര്യവാഹ് R. കൃഷ്ണകുമാറും പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.